ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിധി ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് നാളായല്ലോ നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്നൊരു അടിപൊളി ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ തന്നെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വയല, അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ ഇപ്പോൾ ചീരയുടെ കൃഷി നടക്കുകയാണ്, അതുപോലെ കപ്പ, അതിൻ്റെയൊക്കെ തൈകളൊക്കെ നട്ട് അതിങ്ങനെ കിളിർത്ത് വരുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി നല്ല രസമാണ് കേട്ടോ. അത് കാണാനായിട്ട് അടിപൊളിയാണ്. ഇത് കണ്ടോ, കുറേ ആൻറ്റിമാർ ഇവിടെ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നല്ല വെയിലുണ്ട് കേട്ടോ. അതായത് ചില സമയത്ത് ഇങ്ങനെ മങ്ങിപ്പോവും എങ്കിലും നല്ല വെയിലുണ്ട്. അപ്പോൾ അവർ തലയിൽ തുണിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോയതിന് ശേഷം നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തി പൊടിയാണല്ലോ, ചട്നി പൗഡർ. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ദേ നമുക്ക് ഇവിടെ കണിക്കൊന്ന പൂത്തിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ പാർക്കിൽ. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വിഷു ഇനിയിപ്പോൾ അല്ലേ, അടുത്ത മാസം അല്ലേ വിഷു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ ഇവിടെ കണിക്കൊന്നയൊക്കെ പൂത്തിട്ടുണ്ട്. വിഷു ആകുമ്പോഴേക്കും കണിക്കൊന്ന പൂ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊക്കെയുള്ള വീടുകളിലും റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കണിക്കൊന്ന പൂത്തിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ വിഷു സമയമാകുമ്പോൾ കിട്ടുമോ എന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ചട്നി പൗഡറിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു കടായി ഒന്ന് അടുപ്പത്ത് വെച്ചു. അത് നന്നായിട്ട് ചൂടായപ്പോഴേക്കും ഏകദേശം ഒരു പിടി കറിവേപ്പില നമ്മുടെ കടായിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്രിസ്പി ആവുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ലവണ്ണം അത് നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് അതിങ്ങനെ പൊട്ടി വരുന്ന ആ ഒരു പരുവായപ്പോഴേക്കും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ കടായിൽ തന്നെ നമുക്കൊരു 4 കഷ്ണം 3-4 പീസ് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ്, അത് ചൈനീസ് വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 3 ഇട്ടത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ചെറിയ അല്ലികളാണെങ്കിൽ നമുക്ക് കുറച്ചധികം ഇടാം. പിന്നെ ഒരു 5 ബദാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ബദാം ഇട്ടാൽ മതി. 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 150 ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ സെയിം കപ്പിൽ തന്നെ 150 ഗ്രാം ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നിലക്കടലയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു മണം വരുന്ന ആ ഒരു സമയത്താണ് നമുക്ക് നിലക്കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ 150 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. എല്ലാം ഈക്വൽ ആയിട്ടാണ് കേട്ടോ. ബദാം 5 എടുത്തിട്ടുള്ളൂ. അതുപോലെ വെളുത്തുള്ളി 3 വലിയ കഷ്ണം ആയതുകൊണ്ട് 3 വലിയ പീസ് ആയതുകൊണ്ട് വെളുത്തുള്ളി 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. അത് 150 ഗ്രാം. ഈ പൊട്ടുകടല, നിലക്കടല, ഉഴുന്ന് പരിപ്പ്, ചെറുപയർ ഇത്രയും ഞാൻ 150 ഗ്രാം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ അതിൽ നമ്മുടെ ബദാമും അതുപോലെ വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർക്കാം. ഇവിടെ അധികം എരിവ് അങ്ങോട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാരണം കുറച്ച് വറ്റൽമുളകേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. അപ്പോൾ ഇതൊന്നും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ കടന്ന് ഇങ്ങനെ ഒന്ന് വറുത്ത് നല്ലപോലെ ഇതിങ്ങനെ പൊട്ടി തുടങ്ങുന്ന ആ സമയത്താണ് നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഉപ്പെന്ന് വെച്ചാൽ ഇതിന് പാകത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു വലിയ ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് കൊടുത്തിട്ടുണ്ട്. അധികം ഉപ്പാകുന്നതിനേക്കാൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് പിന്നെ പൊടിക്കുന്ന സമയത്ത് ഉപ്പ് വറുത്ത് ചേർത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം കുറച്ച് ഉപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ ഫസ്റ്റ് സ്റ്റേജ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഏകദേശം ഒരു 2 മാസത്തോളമൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് രാവിലെ ചില ദിവസങ്ങളിലൊക്കെ ചമ്മന്തിക്കറി അല്ലെങ്കിൽ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ മടി തോന്നുമല്ലോ. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇഡ്ഡലിയുടെ ഈ ഒരു പൊടി മാത്രം മതി. ഇത് കുറച്ച് എണ്ണയിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതിൽ നമ്മൾ കാശ്മീരി ചില്ലി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും. ഞാനിവിടെ കാശ്മീരി ചില്ലി ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി ഒരു റൈസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു നെയ്ച്ചോറ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കാം. അപ്പോൾ അതിനോട് കഴിക്കാനായിട്ട് ഒരു സൈഡ് ഡിഷായിട്ട് അപ്പോൾ ചക്ക നമുക്ക് കറിയായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇത് ഒരുപാട് റീൽസിലും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചക്ക എടുത്തിട്ടുണ്ട്. കുഞ്ഞി ചക്ക കേട്ടോ. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ചക്കച്ചോളയൊന്നും ആയിട്ടില്ല, ഭയങ്കര കുട്ടി ചക്കയാണ്, പാവൻ ചക്ക. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തിലുള്ള ആ ഒരു മുള്ളു പോലത്തെ ആ ഒരു പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കില്ലേ, അപ്പോൾ അതുപോലെ. പിന്നെ നമുക്ക് ഞാൻ 2 സവോള എടുത്തു, കുറച്ച് വെളുത്തുള്ളി എടുത്തു, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചക്ക ഒന്ന് കഴുകിയതിന് ശേഷം ആ പീസിൽ കുറച്ച് എന്താ പറയുക, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ശരിക്കും ഒരു ചിക്കൻ കറി പോലെ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ബാക്കി സവോളയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാനൊരു കടായി ഒന്ന് അടുപ്പത്ത് വെച്ചു. നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും ഞാനൊന്ന് മിക്സഡ് ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലെ സവോളയാണ് കേട്ടോ അതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ചേർത്തു. ഇനി നമുക്ക് ഉപ്പിടാം. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ സവോള നന്നായിട്ടൊന്ന് വാഴിക്കിട്ടും. അപ്പോൾ അടയ്ക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്തു കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ.
നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വെന്തു. അപ്പോഴേക്കും ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചച്ചോവ മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സവോളയും ഇതൊക്കെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലെ ടൊമാറ്റോ ഒന്ന് സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ആഡ് കൊടുക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് കേട്ടോ മുറിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചക്ക ഇതിലേക്ക് ആഡ് കൊടുക്കാം. ടൊമാറ്റോ ഇട്ട് നമുക്ക് 2 മിനിറ്റൊക്കെ ഒന്ന് അടച്ചാൽ മതി. അപ്പോഴേക്കും അതൊന്ന് ആയി കിട്ടും. അപ്പോൾ ഇനി ഞാനിതിലേക്ക് കുറച്ച് മസാല പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. മസാല കൂട്ട് പാക്കറ്റ് വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 കപ്പ് ബസുമതി റൈസ് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ അത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലെ തക്കാളിയുടെ പകുതി ഞാനൊന്ന് മിക്സിയുടെ ചാറിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ ബാക്കി നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഉപ്പും പിന്നെ നമ്മളിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മസാലയുടെ പൊടിയും കൂടെ പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 2 വിസിലാകുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കയുടെ ആ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കുറച്ച് ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസിൽ ഇപ്പോൾ 2 വിസിലായിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് കേട്ടോ. 2 വിസിലായപ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്തു. ഇപ്പോൾ നന്നായിട്ട് തണുത്തപ്പോഴേക്കും തുറന്ന് നോക്കിയപ്പോഴേക്കും നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വിശക്കണുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ബിരിയാണി റൈസും അതുപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചക്കയുടെ ആ ഒരു കറിയും പപ്പടം എടുത്തിട്ടുണ്ട്. നമുക്കത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചക്കയും നമ്മുടെ ബിരിയാണി റൈസ് അതൊക്കെ കൂടെ ഇട്ടൊന്ന് കഴിച്ചു. കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്തു. ചക്ക കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ശേഷം നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ പൊട്ടറ്റോ ഞാനൊരു കുക്കറിലിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അതൊരു 3 വിസിലാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് അത് തണുത്തപ്പോഴേക്കും എൻ്റെ തോലൊന്ന് മാറ്റിയതിന് ശേഷം ഞാൻ ഇതുപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ബീഫ്, ഏകദേശം ഒരു 250 ഗ്രാം ബീഫ് ഞാൻ കുക്കറിൽ ഒരു 4 വിസിലാക്കി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നല്ല പൊടിയായിട്ട് കുനുകുനാന്നരിഞ്ഞ കുനുകുനാന്നല്ല കുറച്ചുകൂടെ വലിയ ഇതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ സവോള എണ്ണയിലിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബീഫാണ്. അതൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടാണ് ഇങ്ങനെ ഇതാക്കി എടുത്തത്. പിന്നെ നമ്മളിപ്പോൾ വഴറ്റിയിട്ടുള്ള ആ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള പൊട്ടാറ്റോ ചേർക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടാറ്റോ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പൊടിയായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് ഗരം മസാല പൗഡർ അല്ലെങ്കിൽ പെരുംജീരകം, അത് വലിയ ജീരകം പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മിട്ടുവിന് അവിടുത്തെ ഒരു പ്ലേയിങ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ ഒരു കണ്ടെയ്നറിലാക്കി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ പ്ലേയിങ് ഏരിയയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ദിവസമായി മിട്ടു ഇവിടെ ഒന്ന് കളിച്ചിട്ട് അപ്പോൾ ഒന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിത് വീട്ടിൽ പോയിട്ട് പിന്നെ ഫ്രൈ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ മിട്ടു ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിലിങ്ങനെ ഓരോന്നോരമായിട്ട് വന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. മിട്ടുവിന് ഇവിടെ വരുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ നിറയെ കുട്ടികളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വന്നു. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ മിട്ടുവിന് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നതാണ് കുറച്ച് പാട്. അതായത് ഇവിടെ ഇരുന്ന് കളിക്കുക എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് കുറച്ച് നേരത്തെ കൊണ്ടുവന്നു. ഇനി നമുക്ക് വൈകുന്നേരം എന്ന് വെച്ചാൽ ഒരു 6:30 കഴിയുമ്പോൾ നമുക്ക് സിറ്റിയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ വിളംബര ഘോഷയാത്ര നടക്കുന്ന ദിവസമാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. മിട്ടു നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. മിട്ടുവിന് നന്നായിട്ട് തന്നെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇറങ്ങേണ്ട സമയമായി. അപ്പോൾ നമുക്കിനി സിറ്റിയിലേക്ക് പോകാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി സിറ്റിയിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ വിളംബര ഘോഷയാത്ര പോകുന്നുണ്ട്. അപ്പോൾ നല്ല ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയാകുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം സിറ്റി അടിപൊളിയാണ് കേട്ടോ കാണാൻ. കാരണം നിറയെ കടകളും അതായത് നമ്മുടെ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കലങ്ങൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന കടകളൊക്കെ ഒരുപാട് ഇങ്ങനെ റോഡ് സൈഡിൽ ഉണ്ടാവും. ഫുൾ റോഡിൻ്റെ 2 സൈഡിലും ഇത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തിരക്ക് നല്ല കൂടുതലാണ്. ഭയങ്കര ട്രാഫിക്കായിരിക്കും. പിന്നെങ്കിൽ ഇതുപോലെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ലൈറ്റൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇനി ആറ്റുകാൽ പൊങ്കാല അപ്ഡേറ്റ്സൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.